രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസിൽ പലർക്കും നല്ല മൗനമാണുള്ളത്. ആ മൗനം നല്ലതല്ല. കാരണം ഇത് പലപ്പോഴും ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ആളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൂട്ടുകച്ചവടക്കാരുണ്ടാവും, കൂടെ പോയവരുണ്ടാവും, പണ്ടാരോ പറഞ്ഞ പോലെ കൂടെ കുടിച്ചവരും കൂടെ കിടന്നവരും എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അവർ മനസ്സ് തുറക്കില്ല, അവർ തള്ളിപ്പറയില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നത്. എല്ലാ ഊഹാപോഹങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് പിടി ചെയ്യാൻ പറ്റത്തില്ല, അത് ശരിയുമല്ല. പക്ഷേ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന എത്രയോ സ്ത്രീകൾ, അതുപോലെ തന്നെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബിനികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളും പരാതി കൊടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ പരാതികളൊക്കെ കിട്ടുമ്പോഴും ഷാഫി പറമ്പിലിൻ്റെ ഒരു ബലത്തിൽ, വടകരയിൽ പാലക്കാട് ജയിക്കുന്നതാവട്ടെ, മൊത്തത്തിൽ ഷാഫി പറമ്പിൽ ഒരു ന്യൂനപക്ഷക്കാരൻ എന്നുള്ള നിലയിലും നല്ല നേതാവ് എന്നുള്ള നിലയിലും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന നല്ലൊരു നേതാവാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ പിന്നെ ആ ഷാഫി പറമ്പിലിൻ്റെ ഒരു കെയർ ഓഫ് കൂടെ കിട്ടിയത് കൊണ്ട് ശക്തമായ ഒരു സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളും കൂടെ ആയതുകൊണ്ട് ചാനലിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ശൈലിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് വളരെ പെട്ടെന്ന് തന്നെ നേതാവാകാൻ കഴിഞ്ഞു. ചെറിയ പ്രായത്തിലെ വലിയ ഹൈപ്പ് കിട്ടി. അങ്ങനെ ഹൈപ്പ് കിട്ടിയപ്പോൾ ഈ ഹൈപ്പിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് VD സതീശനും അതുപോലെ ഷാഫി പറമ്പിലും ഒക്കെ. VD സതീശനൊക്കെ പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്, നേതാക്കൾ പക്ഷേ അവരുടെ ഈ സ്വഭാവ ദൂഷ്യത്തെ തള്ളിപ്പറയുവാനോ സമയത്ത് കറക്റ്റ് ചെയ്യാനോ കഴിയാഞ്ഞിട്ടില്ല. അതിൻ്റെ അഹങ്കാരം കൂടി ഉണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നോക്കൂ, യൂത്ത് കോൺഗ്രസ്സായിട്ടുള്ള ഒരുപാട് നേതാക്കൾ പോയി കാണുന്നു. അവർ ന്യായം പറയുമായിരിക്കും, ഞങ്ങൾ വ്യക്തിപരമായി പോകുന്നതാണെന്ന് പറയും, പക്ഷേ പോയി കാണുന്നു, തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല ആ അതിജീവിത എന്ന് പറയുന്ന മൂന്നാമത്തെ അതിജീവിതയിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയിരിക്കുന്നു. 10,000 രൂപ ഷൂസിനെന്ന് പറഞ്ഞ് വാങ്ങുന്നു. 10,000 രൂപ ഷൂസിനെന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ തന്നെ ആലോചിക്കേണ്ടേ എന്ത് തരം ആഡംബര ലൈഫാണ് ഇവരൊക്കെ നയിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലുള്ള പാർട്ടിയാണിത്. അവിടെ ഈ 1.25 കോടി രൂപയ്ക്ക് ഫ്ലാറ്റ് വേണം. അതുപോലെ തന്നെ അവർ നല്ല കാശുകാരാണല്ലോ, കാനഡയിലാണല്ലോ താമസമൊക്കെ, അവർ വളരെ കാശുകാരാണ്. അപ്പോൾ അവരോട് 1.25 കോടി രൂപയ്ക്ക് ഫ്ലാറ്റ് വേണം, 10,000 രൂപയുടെ ഷൂ വേണം, 5,000 രൂപ ചൂരൽമല്ലിക്ക് വേണം, പിന്നെ സൺസ്ക്രീൻ വേണം, ഷാമ്പു വേണം, സോപ്പ് വേണം, ഇയാൾക്ക് പല്ലി വയ്ക്കാനുള്ളതും കുളിക്കാനുള്ളതും എല്ലാ ഒരു വല്ലാത്ത ആ അതിജീവിതയുടെ വാർത്ത പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മൊഴി പുറത്ത് വരുമ്പോൾ നാണക്കേടും ഉളുപ്പും വേണം. പക്ഷേ എന്നിട്ടും അയാൾക്ക് നാണവുമില്ല, മാനവുമില്ല, ഉളുപ്പുമില്ല. കാരണം അയാൾ പറയുന്നത് പോലീസിനെ വരട്ടുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സഹകരിക്കുന്നില്ല, പോലീസിൽ സഹകരിക്കുന്നില്ല, പല തരത്തിലാണ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം DNA എടുത്തു, അതിന് സഹകരിക്കാതിരിക്കാൻ പറ്റില്ല. DNA എടുത്തു, പൊട്ടൻഷ്യൽ ടെസ്റ്റ് നടത്തി. അപ്പോൾ അത് രണ്ടും സഹകരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് സഹകരിച്ചാണ്, ഹോസ്പിറ്റലിലൊക്കെ പോയി വെച്ച് നടന്നതല്ലേ. പക്ഷേ ബാക്കി പല കാര്യങ്ങളിലും സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? എന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചത് പുറത്ത് വന്നിട്ടുണ്ട്, സ്വതന്ത്രനായി നിന്നാൽ ജയിക്കും, ഞാൻ കാണിച്ചു തരാം. ആരെ കാണിക്കാനാണ്? ഇതിനേക്കാൾ മഹാസിംഹങ്ങൾ വീണിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തോറ്റ നാടാണ്, കരുണാകരൻ തോറ്റ നാടാണ്, വലിയ വലിയ ആളുകൾ തോറ്റുപോയിട്ടുള്ള സിംഹങ്ങൾ, കുതിരകളും പുലികളും ആനകളും ഒക്കെ തോറ്റ നാടാണ്. അതുകൊണ്ട് അങ്ങനെ വന്ന് വീമ്പിളക്കുന്നൊന്നും ശരിയല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല? പ്രത്യേകിച്ച് ഷാഫി പറമ്പിലൊക്കെ വളരെ കൃത്യമായി തള്ളിപ്പറയാത്തതിൻ്റെ പിന്നിൽ ഈ പറയുന്ന പോലെ വടകരയിലൊരു ഫ്ലാറ്റിൽ ചെല്ലുന്ന കാര്യമൊക്കെ ഇങ്ങനെ വലിയ വാർത്തകളാണ് വന്നിട്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നു. ഇതാരുടേതാണ് ഫ്ലാറ്റ്, ആരാണ് ഇത് അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്ന്. ഷാഫിയുടെ ആണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. കാര്യം ഷാഫി മറ്റൊരു ജെന്റിൽമാനാണ്. അപ്പോൾ ഷാഫി ജെന്റിൽമാനായ ഒരാളിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആളുകളും തന്ത്രിയും മന്ത്രിയും എല്ലാവരും ഇതിനകത്ത് പെടുന്നൊരു കാലത്താണ് നമ്മൾ താമസിക്കുക. അതുകൊണ്ടാണ് നമുക്ക് പലരെയും ഈ സംശയിക്കേണ്ടി വരുന്നതും വീഡിയോ ചെയ്യേണ്ടിയൊക്കെ വരുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ ഇതിലൊന്നും ഇല്ലാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ പല കാര്യങ്ങൾക്കും നേരത്തെ ഒരു മൗനാനുവാദം കൊടുത്തതുപോലെ തോന്നും. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല, 2 അല്ല 3, ഇതിൽ തന്നെ 3 സംഭവം പുറത്ത്, പിന്നെ അകത്തൊത്തിരി സംഭവങ്ങളുണ്ട്. ആ പെൺകുട്ടികൾ പുറത്ത് പറയാത്തത് അവരെ പൊളിറ്റിക്കൽ കരിയറിനെ പേടിച്ചും അവർക്ക് ഇനി ആ പാർട്ടിയിൽ നിൽക്കണമല്ലോ എന്ന് പേടിച്ചാണ് അവർ പറയാത്തത്. അല്ലെങ്കിൽ അവർ പുറത്ത് പറഞ്ഞില്ല പലരും. പക്ഷേ അത് പറയാത്തത്. എന്നാൽ രഹസ്യമായി ഒരുപാട് റിപ്പോർട്ട് കിട്ടി ഇയാളെക്കുറിച്ചെന്ന്. പല പെൺകുട്ടികളെയും പല ടൂർ പോകാനും അതിനും ഇതിനൊക്കെ വിളിച്ചതായിട്ട് ഇയാളുടെ റിപ്പോർട്ട് കിട്ടിയതായിട്ടും പറയുന്നു. പക്ഷേ അതിലൊരു നടപടിയും എടുത്തതായിട്ട് നമ്മളാരും കേൾക്കുന്നില്ല. അത് ശരിയല്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലും നടപടികൾ എടുക്കണം. കൃത്യമായി രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും വരികയോ സ്വതന്ത്രനായി നിൽക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. പക്ഷേ കോൺഗ്രസ് അതുപോലുള്ളൊരു വലിയ പാർട്ടി ഇനി ഇത്തരത്തിലുള്ള വളരെ അഗ്ലി ഡർട്ടി ക്യാരക്ടറായിട്ടുള്ള ഒരു ഫ്രോഡ് ക്യാരക്ടറായിട്ടുള്ള ആളിനെ കൊണ്ട് നടക്കുന്നത് നല്ലതല്ല. അത് വളരെ വലിയ തോതിൽ അത് തീരുമാനിക്കണം, ചിന്തിക്കണം. മാത്രമല്ല അദ്ദേഹത്തെ തള്ളിപ്പറയണം. MLA സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെ പറയണം. അങ്ങനെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിലൊക്കെയാണ് ആദ്യം പറയേണ്ടത്. കാരണം
അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഇദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന നേതാവായി നിന്നിട്ട് ആ പ്രസ്ഥാനത്തെ വഞ്ചിക്കുന്നു, യുവജനങ്ങളെയും വഞ്ചിക്കുന്നു, നാട്ടുകാരെയും പറ്റിക്കുന്നു. അങ്ങനെ എല്ലാവരെയും പറ്റിച്ചിട്ട് ഒരാൾ സമർത്ഥമായി അങ്ങനെ ജീവിക്കുമ്പോൾ പിന്നെ അതൊരു സുഖമുള്ള കാര്യമല്ല. ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഒരു എന്താ പറയുക, പല കൊലപാതകങ്ങൾ പോലും പലതരത്തിലുണ്ട്. ആത്മരക്ഷാർത്ഥം ചെയ്യുന്ന കൊലപാതകം വരെ ഉണ്ട്, അല്ലാതെ പർപ്പസായിട്ട് ചെയ്യുന്നതുണ്ട്, മദ്യപിച്ച് ചെയ്യുന്നുണ്ട്, കഞ്ചാവ്, പലതരത്തിലുണ്ട്. കൊലപാതകം പോലും പലതരത്തിൽ. പക്ഷേ കോടതി ചെല്ലുമ്പോൾ പോലും പ്രതിക്ക് പലതരത്തിലുള്ള കൺസേണാണ് കിട്ടുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് വളരെ പർപ്പസായി നിരന്തരം നിരവധി സ്ത്രീകളെ ഒരേ രൂപത്തിൽ, ഒരേ മറ്റേ റിപ്പർ ചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു, തലയ്ക്ക് അടിക്കുള്ള അയാൾ കൊണ്ടുവന്നിട്ട് ചുറ്റിയ കൊണ്ടുവന്നിട്ട് കറക്റ്റ് തലയ്ക്ക് അടിക്കും, കൊന്നുകളയും. അപ്പം തലയ്ക്ക് അടിയേറ്റ് മരിച്ചവരെല്ലാം റിപ്പർ ചന്ദ്രൻ്റെ അടിയേറ്റ് മരിച്ചവരാണെന്ന് നമുക്ക് കണക്കൂട്ടാം. എന്ന് പറയുന്ന പോലെ ഈ മോഷണത്തിനൊരു ശൈലിയുണ്ട് ചില കള്ളന്മാർക്ക്. ചിലരാണെങ്കിൽ വീടുകളിൽ കയറി ഫ്രിഡ്ജിലിരിക്കുന്ന ഓംലെറ്റ്, മുട്ടയെടുത്ത് ഓംലെറ്റ് അടിച്ച് കഴിച്ച് അവിടെ നിന്നെല്ലാം ചെയ്ത് സുഖമായിട്ട് അവിടുത്തെ ബാത്റൂമിലൊക്കെ പോയി കുളിച്ച്, ചിലപ്പോൾ കുളിച്ച് റെഡിയായിട്ടായിരിക്കും മോഷിച്ചുകൊണ്ട് പോകും. ചിലർ അങ്ങനെയല്ല. അപ്പോൾ ഇത് പല തരത്തിലാണ് മോഷണം എന്നൊക്കെ പറയുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു പാറ്റേൺ നല്ല രസമുള്ള പാറ്റേണാണ്. പെൺകുട്ടികളെ ഫേസ്ബുക്ക് വഴി കണ്ടെത്തുന്നു, തള്ളിയിടുന്നു, അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു, അവരെ റൂമിൽ വിളിക്കുന്നു, അവരെ കൊണ്ട് റൂം ബുക്ക് ചെയ്യിക്കുന്നു, സ്വന്തമായിട്ട് റൂം ബുക്ക് ചെയ്യിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഫ്ലാറ്റ് എടുക്കുന്നു, താമസിക്കുന്നു, പിന്നെ ബലാത്സംഗം ചെയ്യുന്നു, അബോർട്ട് ചെയ്യാൻ പറയുന്നു, പിന്നെ കുഞ്ഞ് വേണമെന്ന് പറയുന്നു. കുഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ ബന്ധം സ്ഥാപിക്കുന്നു, അത് ആവും എന്ന സ്റ്റേജ് വരുമ്പോൾ അബോർട്ട് ചെയ്യാൻ പറയുന്നു, അവരോട് പൈസ ചോദിക്കുന്നു, പിന്നെ അടുത്തതിലേക്ക് പോകുന്നു. എത്ര മനോഹരമായ ഒരു സംഭവം. എന്നിട്ടിപ്പോൾ ജഗതി ശ്രീകുമാർ മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ വന്ന് മീനയോട് പറയും പോലെ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇയാൾ കാണിക്കുന്ന, ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നത്? അതുകൊണ്ട് ഒരു ഉഡായിപ്പം വേണ്ട. കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെ പോലെയുള്ളവർ, ബി കോഷൻ. നിങ്ങൾ കോഷൻ എടുക്കണം. ഇദ്ദേഹത്തെ തള്ളിപ്പറയണം. നിങ്ങളുടെ പേരിലും നിങ്ങളുടെ ബന്ധങ്ങളുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചേർത്ത് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. അതെല്ലാം താങ്കൾ തള്ളിപ്പറയണം, നിഷേധിക്കണം. ഒരു കാരണവശാലും ഇത്തരം ഇനിയും മാങ്കൂട്ടങ്ങൾ ഇനിയും കൂടെ കാണും പലരും. അതിനെയൊക്കെ കൃത്യമായ ഒരു നിശ്ചയമുള്ള ഒരു നിശ്ചിത സംവിധാനത്തിനകത്ത് നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും.